ഒരാളെ പോലെ 7 പേരുണ്ടെന്ന പറച്ചിൽ ചിലരുടെ കാര്യത്തിൽ അത്ര ശരിയല്ലെന്ന് തോന്നും. അങ്ങനെ ഒരു യൂണിക് സാന്നിധ്യമായിരുന്നു രഘുവരൻ. ഒഴുകി വരുന്ന ഒരു നേരത്തെ കാറ്റിനെയാണ് രൂപത്തിലും ശൈലിയിലും അദ്ദേഹം എപ്പോഴും ഓർമ്മിപ്പിച്ചത്. അഭിനയത്തിലും ജീവിതത്തിലും മനസ്സ് പറയുന്ന വഴിയെ ഒപ്പം പോയ ഉടൽ. മലയാളത്തിലെ പല ക്ലാസിക് നോവലുകളും വായിക്കുമ്പോൾ അതിൽ പലതിലെയും നായക കഥാപാത്രങ്ങൾക്ക് രഘുവിന്റെ രൂപവും ഭാവവും ഏറെ ഇണങ്ങുന്നുവല്ലോ എന്ന് തോന്നിപ്പോകാറുണ്ട്. ഖസാക്കിന്റെ ഇതിഹാസത്തിലെ രവിയായും മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ ദാസനായും രഘുവരനെ മനസ്സിൽ വരച്ചു നോക്കിയവരുമുണ്ടല്ലേ. എം മുകുന്ദന്റെ ദൈവത്തിന്റെ വികൃതികളിലെ അൽഫോൺസ് അച്ഛനായി രഘു എത്തിയപ്പോൾ ഇതിനപ്പുറം ഈ റോളിൽ ഇനി ആരെന്ന് തോന്നിപ്പോയതും മറ്റൊരു കാരണത്താലല്ല. 1958 ഡിസംബർ 11 പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് താലൂക്കിൽ ചുങ്കമന്തത്ത് എന്ന ഗ്രാമത്തിലാണ് രാധാകൃഷ്ണൻ വേലായുധൻ രഘുവരൻ എന്ന RV രഘുവിന്റെ ജനനം. V വേലായുധൻ നായരുടെയും SR കസ്തൂരിയുടെയും 4 മക്കളിൽ മൂത്തയാൾ. പിതാവിന് കോയമ്പത്തൂരിൽ ഹോട്ടൽ ബിസിനസ് ആയിരുന്നതിനാൽ അവിടെയായിരുന്നു രഘുവിന്റെ പഠനം. കോയമ്പത്തൂർ മെട്രിക് സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം അദ്ദേഹം നേടി. കോയമ്പത്തൂരിലെ ഗവൺമെന്റ് ആർട്സ് കോളേജിൽ ബിരുദത്തിന് ചേർന്നു എങ്കിലും അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാനായി സാധിച്ചിരുന്നില്ല. ആ ഒരു സമയത്താണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ അഭിനയം എന്ന മോഹം തെളിഞ്ഞു വരുന്നത്. അങ്ങനെ ചെന്നൈയിലെ MGR ഗവൺമെന്റ് ഫിലിം ആൻഡ് ടെലിവിഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അഭിനയത്തിലെ ഡിപ്ലോമ നേടി. തുടർന്നങ്ങോട്ട് അഭിനയിക്കുവാനുള്ള അവസരങ്ങൾ തേടിയുള്ള യാത്രയായിരുന്നു. 1973 മുതൽ 83 വരെ ചെന്നൈ കിങ്സ് എന്ന നാടക സംഘത്തിൽ അംഗമായിരുന്ന രഘുവരൻ ഒരു മനിതൻ കഥ എന്ന തമിഴ് സീരിയലിലൂടെയാണ് ശ്രദ്ധേയനായത്. കക്കയാണ് മലയാളത്തിലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ. 7ാമത് മനിതനാണ് തമിഴിലെ ആദ്യ ചിത്രം. ആദ്യകാലത്ത് മലയാളത്തിൽ ഉൾപ്പെടെ ചില സിനിമകളിൽ നായകനായെങ്കിലും വലിയ വിജയങ്ങൾ കൊയ്യാനായി അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. തുടർന്നാണ് വില്ലൻ ക്യാരക്ടർ റോളുകളിൽ സജീവമായത്. ഇതിൽ ഭാഷയിലെ ആന്റണി രഘുവരന്റെ എവർഗ്രീൻ ഹിറ്റുകളിൽ ഒന്നായി. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലായി 300-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും രഘുവരനിലെ നടനെ ഉപയോഗിക്കത്തക്ക കഥാപാത്രങ്ങൾ ഇവയിൽ കുറവായിരുന്നു. രഘുവരന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ദൈവത്തിന്റെ വികൃതികൾ എന്ന ചിത്രത്തിലെ ഫാദർ അൽഫോൺസ് എന്ന വേഷം. ഈ വേഷത്തിന് മികച്ച നടനുള്ള കേരള സർക്കാരിന്റെ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. ഷൂട്ടിങ്ങിനിടെ ഭക്ഷണം കഴിക്കാൻ പലപ്പോഴും രഘുവരൻ തയ്യാറാകുമായിരുന്നില്ല. കഴിക്കാനിരുന്നാൽ അതുവരെ കിട്ടിയ എനർജിയെല്ലാം പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. തീരെ വരെ ചായ മാത്രം കുടിച്ചും സിഗരറ്റും വലിച്ചിരിക്കും. അൾസറും ഡയബറ്റീസും ഒക്കെ ആയിരുന്നു അതിന് രഘുവരന് കിട്ടിയ പ്രതിഫലം. മനിതൻ, മുത്തു, ശിവാജി, ഭീമ, ഭാഷ, അമർക്കളം, ഉല്ലാസം, സൂര്യമാനസം, കവചം, മുതൽവൻ, മജ്നു, റൺ, റെഡ് തുടങ്ങി വിവിധ ഭാഷകളിലായി ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ രഘുവിന്റെ സാന്നിധ്യമുണ്ട്. തുടർന്ന് 1996 നടി രോഹിണിയെ അദ്ദേഹം വിവാഹം ചെയ്തു. രഘുവരന്റെ ഭാര്യ ആയെങ്കിലും 2004 ഇരുവരും വേർപിരിഞ്ഞു. ഋഷിവരനാണ് അവരുടെ മകൻ. സായി ഋഷി എന്നായിരുന്നു രഘു മകനിട്ട പേരെങ്കിലും ഋഷിവരൻ എന്ന് മകൻ അത് മാറ്റുകയായിരുന്നു. രഘുവിനെ 100% വെറുക്കാൻ എനിക്ക് ആവില്ലായിരുന്നു ഒരിക്കലും. അതാണ് എൻ്റെ ഫസ്റ്റ് ലവ്. കക്കയിൽ അഭിനയിച്ച കാലത്ത് തുടങ്ങിയ എൻ്റെ പപ്പി ലവ്. രഘുവിന്റെ മരണത്തിന് ശേഷം രോഹിണി മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി. വീട്ടിലിരുന്ന് രഘുവിന്റെ സിനിമകൾ കണ്ടാൽ ഡിപ്രസ്ഡ് ആയി പോകും ഞാൻ. ഋഷിയും കാണില്ല. അവന്റെ മനസ്സ് ഇനിയും ഇതൊന്നും നേരിടാൻ തയ്യാറായിട്ടില്ല. പപ്പയുടെ സീനാണ്, ഇത് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞാൽ പോലും അവൻ കാണാൻ വരില്ല. രഘു അവന്റെ പപ്പയാണ്, ആക്ടറല്ല. പപ്പയുടെ കഥാപാത്രങ്ങളെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങിയത് തന്നെ ഇപ്പോഴാണ്, രോഹിണി അന്ന് പറഞ്ഞിരുന്നു. നിരവധി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു രഘുവിന്റെ അന്ത്യം. അമിതമായ ലഹരി ഉപയോഗം അതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായത്രേ. വിവാഹമോചനവും ബന്ധുക്കളിൽ നിന്നുള്ള അകൽച്ചയും അദ്ദേഹത്തെ അമിതമായ മദ്യപാനത്തിലേക്കും മയക്കുമരുന്ന് ഉപയോഗത്തിലേക്കും നയിക്കുകയായിരുന്നു. ഒടുവിൽ 2008 മാർച്ച് 19 49ാമത്തെ വയസ്സിൽ രഘുവരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അഭിനയം കൂടാതെ രഘുവരൻ ഒരു മികച്ച ഗായകനുമായിരുന്നു. രഘു ചിട്ടപ്പെടുത്തി പാടിയ ഇംഗ്ലീഷ് ഗാനങ്ങൾ രോഹിണിയും ഋഷിവരനും ചേർന്ന് മ്യൂസിക് ആൽബമായി പുറത്തിറക്കിയിട്ടുണ്ട്. രഘുവരൻ പാടും എന്ന് അടുത്ത സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും മാത്രമായിരുന്നു അറിയുമായിരുന്നുള്ളൂ. രഘുവിന്റെ അമ്മയാണ് പാടാനുള്ള എല്ലാ പ്രോത്സാഹനവും അദ്ദേഹത്തിന് നൽകിയത്. രഘു 10ൽ പഠിക്കുമ്പോൾ ഒരു ഗിറ്റാർ വേണമെന്ന ആവശ്യവുമായി അച്ഛൻ്റെ അടുത്ത് ചെന്നു. എന്നാൽ അച്ഛൻ പറഞ്ഞു, നീ 10ാം ക്ലാസ് ആണ്, ഇപ്പോൾ ഗിറ്റാർ ഒന്നും വേണ്ട, പഠിക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടതെന്ന്. അന്ന് അമ്മ സ്വന്തം കയ്യിലുള്ള വള ഊരിക്കൊടുത്തിട്ട് പറഞ്ഞു, വേണമെങ്കിൽ പോയി വാങ്ങിക്കൂ. അങ്ങനെയാണ് രഘു ആദ്യമായി ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് സ്വന്തമാക്കുന്നത്. പിന്നീട് റോക്കോൺ എന്ന ബാൻഡ് തുടങ്ങി. കൂട്ടുകാരുടെ കൂടെ റെസ്റ്റോറൻറ്റുകളിൽ പാടിത്തുടങ്ങി. എങ്കിലും ഇന്നും മരിക്കാത്ത ഒരു പിടി ഓർമ്മകളുമായി രഘുവരൻ നമുക്കിടയിൽ ജീവിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം.